മദർ ഹൈമിനൂസ്. മദർ ഹൈമിനൂസിന്റെ കുടുംബനാമം കൂടത്തുമുറി. ബഥനിയിലെ ആദ്യത്തെ 10 അംഗങ്ങൾക്ക് എന്നേക്കുമായി മദർ സ്ഥാനം കൽപ്പിച്ചു കിട്ടിയതെന്ന് 1962 ആദ്യത്തെ സിനാക്സിസിൽ. ആദ്യത്തെ 10 അംഗങ്ങളിൽ എത്രാമത്തെ ആളാണ് മദർ ഹൈമിനൂസ്? 9ാമത്തെ അംഗം. മദറിന്റെ മാതാപിതാക്കൾ: കൂടത്തുമുറിയിൽ കുടുംബാംഗമായ ഈപ്പൻ, വാകത്താനത്ത് വെട്ടിപ്പറമ്പിൽ വീട്ടിൽ ശ്രീമതി അച്ചാമ്മ. മദറിന്റെ ജനനം 1906 മെയ് 21. ഓമനപ്പേര് ഉണിച്ചാമ്മ. വിദ്യാഭ്യാസം 4ാം വയസ്സിൽ എഴുത്തിനിരുത്തിയ ആശാൻ അയ്യങ്കോവിൽ ആശാൻ. 1ഉം 2ഉം ക്ലാസുകൾ വാലാംകര പ്രൈമറി സ്കൂളിൽ, 3ാം ക്ലാസ് പള്ളിവക സ്കൂളിൽ, 4ാം ക്ലാസ് വെണ്ണിക്കുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ. പ്രിപ്പയറട്ടറി മുതൽ 3rd ഫോം വരെ പഠിച്ചത് വാലാംകര പള്ളിവക ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ. ഡൊമസ്റ്റിക് സയൻസ് പഠിച്ചത് തിരുമൂലപുരം ബാലികാമഠം സ്കൂളിൽ. മാമോദീസ മൂറാനഭിഷേകം ആരാണ് നൽകിയത്? ഏത് പള്ളിയിൽ വെച്ച്? കക്കുടിയിൽ എബ്രഹാം കത്തനാർ, വെണ്ണിക്കുളം യാക്കോബായ പള്ളിയിൽ വെച്ച്. മാമോദീസ പേര് മറിയം. മറിയാമ്മ തിരുമൂലപുരം ബഥനി മഠത്തിൽ ചേർന്നത് എന്ന്? 1927 ഡിസംബർ 31. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നത് 1930 സെപ്റ്റംബർ 22. നവശിഷ്യ ഗുരുനാഥ ആരായിരുന്നു? മദർ ഹൂബ. ആദ്യവ്രത വാഗ്ദാനം 1933 ഏപ്രിൽ 18. ഹൈമനൂസ് എന്നതിന്റെ അർത്ഥം വിശ്വാസം. നങ്ങ്യാർകുളം ബഥനി മഠ സ്കൂളിൽ തയ്യൽ മിസ്ട്രസ്സായി നിയമിതയായത് എന്നാണ്? 1935. മദർ ഹൈമിനൂസിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്നത്? സന്തോഷപ്രകൃതി, സ്നേഹമസൃണമായ പെരുമാറ്റം. നിത്യവ്രത വാഗ്ദാനം നടന്നത് എന്ന്? 1939 മെയ് 14. നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ മദറിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. ഏതാണ് ആ വാക്കുകൾ? ഒരു കന്യകയുടെ സന്തോഷം ഈശോയോടുകൂടി, ഈശോയിൽ, ഈശോയ്ക്ക് വേണ്ടി, ഈശോ വഴിയാണ്. മദറിന്റെ ഏക സഹോദര ഭാര്യയുടെ ഓർമ്മക്കുറിപ്പുകളിൽ മദറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത്? മദർ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി മദർ കണ്ടെത്തിയത് എവിടെയാണ്? പ്രാർത്ഥനയിൽ. മദറിനെ ശക്തിപ്പെടുത്തിയിരുന്ന മാർ ഇവാനിയോസ് പിതാവിന്റെ വാക്കുകൾ: ക്ലേശങ്ങളിൽ നമുക്ക് നിരാശയില്ല, ദുഃഖങ്ങളിൽ നമുക്ക് സങ്കടവുമില്ല. മദറിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ: ചുറുചുറുക്കോടെയുള്ള നടത്തവും ലാളിത്യവും സന്തോഷപ്രകൃതിയും സേവന തൽപരതയും സന്യാസ ജീവിത നിഷ്ഠയും ഭക്തികാര്യങ്ങളിലുള്ള ശ്രദ്ധയും. മദറിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച മഠം ഈരേഴ ബാലഭവൻ. ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായി മദർ പറയുന്ന കാര്യം: സഹോദരനുമൊത്ത് വേളാങ്കണ്ണി വരെ പോയി പരിശുദ്ധ മാതാവിന്റെ കൃപ നേടുന്നതിന് സാധിച്ചത്. മദറിന്റെ സാന്നിധ്യം ഏവർക്കും മാതൃകയായിരുന്നത് എപ്പോഴെല്ലാമാണ്? പ്രാർത്ഥന, ഭക്ഷണം, ഉല്ലാസം എന്നിങ്ങനെ എല്ലാ കൂട്ടക്രമത്തിലും. മദറിന് തൈലാഭിഷേകം നൽകിയതാര്? അഭിവന്യ പീലക്സിനോസ് തിരുമേനി. മദർ നിത്യതയിലേക്ക് യാത്രയായത് എന്ന്? എത്രാം വയസ്സിൽ? 1980 സെപ്റ്റംബർ 27. 75ാം വയസ്സിൽ. സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് ആര്? ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CT കുരുവിളയച്ചൻ. മദറിലുണ്ടായിരുന്ന ശ്രദ്ധേയമായൊരു നൈപുണ്യം: പാചകകലയിലുള്ള നൈപുണ്യം. മദറിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ തെളിവെന്താണ്? രാത്രിയുടെ ഏകാന്തതയിൽ മദ്ബഹായോട് ചേർന്നിരുന്നുള്ള ദീർഘനേരത്തെ പ്രാർത്ഥന. മദറിനോട് ഇടപെടുന്നവരോട് സംസാരിച്ചിരുന്നത് എന്താണ്? കർത്താവിന്റെ നന്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും.
രോഗക്കിടക്കയിൽ തന്നെ ശുശ്രൂഷിച്ചിരുന്നവരോട് എന്താണ് മദർ പറഞ്ഞിരുന്നത്? നിങ്ങൾ പോയി കിടന്നുറങ്ങൂ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല. മദർ സേവനമനുഷ്ഠിച്ച മഠങ്ങൾ: നങ്ങ്യാർകുളം, ഈരേഴ, ചന്ദനപ്പള്ളി, ബദനി ഹോസ്റ്റൽ, പെരുനാട്, കല്ലുമല.